സെക്കൻഡ് കാറുകൾ വാങ്ങുന്നത് വർക്ക്ഷോപ്പിൽ കയറ്റി വെക്കാനല്ല, നമ്മൾ സ്വന്തം ആവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ട്, ഏകദേശം 2014-15 ശേഷമുള്ള വണ്ടികൾ എടുത്താൽ മതി. അങ്ങനെയുള്ള വണ്ടികളാകുമ്പോൾ മേജർ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് 1,00,000 കിലോമീറ്ററിന്റെ ഉള്ളിലായിരിക്കും കേട്ടോ. 1,00,000ത്തിന്റെ പുറത്താണെങ്കിൽ ചില കമ്പനി വണ്ടികൾ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ SUV ടൈപ്പ് വണ്ടികൾ കുറെ ഉണ്ട്, അതുപോലെ തന്നെ സെഡാൻ വണ്ടികളുണ്ട്, ചെറുവണ്ടികളുണ്ട്. ഏകദേശം ഒട്ടുമിക്ക വണ്ടികൾ സിംഗിൾ ഓണർഷിപ്പ്, ലോ കിലോമീറ്റർ വണ്ടികൾ ഒക്കെ നല്ല വണ്ടികളാണ് കേട്ടോ. പറഞ്ഞിട്ടുള്ള ഒരു കച്ചവടമാണ്. ഒക്കെ എല്ലാ വണ്ടികൾക്കും ഹിസ്റ്ററി ഉണ്ടാവും, കിലോമീറ്റർ. ഇപ്പൊ ഈ ഒരു കാലത്തൊക്കെ നിങ്ങൾക്കറിയാലോ, കിലോമീറ്റർ ഒക്കെ തിരിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കംപ്ലൈന്റ് ഫോൾട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എവിടെ ഏത് ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. അത്രയ്ക്കും നല്ല ക്വാളിറ്റി വണ്ടികളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടുത്തെ ഫുള്ള് വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ വീഡിയോയുടെ അടിയിൽ ലെഫ്റ്റ് സൈഡിലുള്ള പ്ലേ ബട്ടൺ ഒന്ന് ജസ്റ്റ് അമർത്തിയാൽ വലിയ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഏകദേശം എല്ലാ വണ്ടികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കണ്ടോളൂ.